ഞാൻ അവറാനാജി ബാവപ്പടി, തിരുനാവായ ബാവപ്പടി. ഞാനിവിടെ ആലിക്കുട്ടീസ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടെ വരാൻ കാരണം എൻ്റെ ഭാര്യക്ക് കാൽമുട്ടിൻ്റെ പാടം തെറ്റിയിരുന്നു. പാടം തെറ്റിയപ്പോൾ രണ്ട് മൂന്ന് ഡോക്ടർമാരൊക്കെ മൂന്നാല് ഡോക്ടർമാരൊക്കെ കാണിച്ചപ്പോൾ അവർ ലാസ്റ്റ് പറഞ്ഞത് അവർ കാൽമുട്ട് മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒരു മാർഗ്ഗമില്ല എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ, ഭാര്യൻ്റെ ഒരു ബന്ധു പിന്നെ കൈ പൊന്താതായിട്ട് ഈ കോട്ടക്ക ചങ്കുവെട്ടി ആയുർവേദ ഹോസ്പിറ്റലിൽ, ആലിക്കുട്ടീസ് ഹോസ്പിറ്റലിൽ വന്ന് അവിടുന്ന് ഭേദമായപ്പോൾ അവരാണ് പറഞ്ഞത് ആലിക്കുട്ടീസ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി അവിടെ പോയിട്ട് ഡോക്ടർ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ വീൽ ചെയറിലാണ് എൻ്റെ ഭാര്യനെ ഇവിടെ കൊടുത്ത് താങ്ങിയിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഡോക്ടർ OP-യിലേക്കാണ്ട് കയറ്റിയത്. OP-യിലേക്ക് കയറിയതിൻ്റെ ശേഷം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മുട്ട് മാറ്റിയേക്കാൻ വരട്ടെ, നമ്മൾ മരുന്നുമ്പോൾ നോക്കുക, നിങ്ങൾ ബേജാറാവണ്ട. അപ്പം തന്നെ എനിക്ക് മനസ്സിന് നല്ല സമാധാനം. ഞാൻ വലിയ വിഷമത്തിലാണ്, ഞാനും ഭാര്യ കുടുംബവും ഉണ്ടായിരുന്നു. വലിയ വിഷമം തന്നെ. എനിക്കൊക്കെ ആകെ ഇതായിപ്പോയി. ഭാര്യയ്ക്ക് എന്തെങ്കിലും വന്നപ്പോൾ ഒരു അനക്കാനും വയ്യ, താങ്ങിയിട്ട് കൊണ്ടാണ് എല്ലാം ബാത്റൂമിൽ എല്ലാം ചെയ്യുക. അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭാര്യയ്ക്ക് 62 വയസ്സായി. അങ്ങനെ ഇവിടെ വന്ന് 2 ആഴ്ചക്ക് മരുന്ന് എഴുതി തന്ന് 2 ആഴ്ച മരുന്ന് പിടിച്ചപ്പോൾ തന്നെ കാലിൻ്റെ അരന്ന് താഴേക്കുണ്ട് വീങ്ങി ചീർത്ത ഇതൊക്കെ വീക്കൊക്കെ പോയി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് വന്ന് 2 ആഴ്ച മരുന്ന് തന്ന് എന്നിപ്പോൾ പുറ്റ കംപ്ലീറ്റ് മാറി പാളി ഒറ്റയ്ക്ക് നടക്കുന്നു. ഒരാളെ സഹായം ഇല്ലാതെ നടക്കുന്നു. ഒന്നും ചെയ്യേണ്ടപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങണം, ഇതൊക്കെ ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കാലനങ്ങാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കിടക്കാൻ പറ്റുള്ളൂ എന്നാണ് പുറത്തുള്ള 2-3 ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി നിങ്ങൾ അധ്വാനിക്കലും നിസ്കരിക്കലൊക്കെ കിടന്നിട്ട് നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഇവിടെ കോട്ടക്കൽ ചങ്കുവെട്ടി ആലിക്കുട്ടീസ് ഹോസ്പിറ്റലിൽ വരാൻ കാരണം. അങ്ങനെ റഹ്മത്തുള്ള ഡോക്ടറെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഭാര്യക്ക് നല്ല ഭേദമാണ്, അസുഖത്തിന് നല്ല ഭേദമാണ്. വളരെ നന്ദിയുണ്ട് ആ ഡോക്ടറോടും, നന്ദിയുണ്ട്, അങ്ങേയറ്റം നന്ദിയുണ്ട് ആ ഡോക്ടറോട്. അപ്പോൾ ഡോക്ടറേറ്റ് അങ്ങനെ ഒരു ബന്ധമായിപ്പോൾ. അപ്പൊ ഡോക്ടറോട് വളരെയധികം നന്ദിയുണ്ട്, ഭാര്യക്കും നന്ദിയുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങനെ ആവും, എൻ്റെ ഭാര്യ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല. നമ്മൾ നോക്കുക ഡോക്ടറെ പറഞ്ഞത്, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയല്ല. അനങ്ങാൻ പറ്റിയിരുന്നില്ല, ആ വിഷമത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ എൻ്റെ ഭാര്യ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, സമാധാനമാണ് ഇപ്പോൾ.